നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ത്യയുടെ അധികാര കേന്ദ്രങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ രണ്ടാമത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് എന്ന് പറയാം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും മറ്റുമൊക്കെ ഉണ്ട് എങ്കിലും രണ്ടാമത്തെ അധികാര കേന്ദ്രം ഇന്ത്യയിൽ അമിത്ഷായാണ് എന്ന് നിസ്സംശയം പറയാം. എന്നാൽ അതേ അമിത്ഷാ നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. ആഭ്യന്തരമടക്കമുള്ള നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. പുതുതായി രൂപീകരിക്കപ്പെട്ട സഹകരണ വകുപ്പ് പോലും അമിത്ഷായുടെ കീഴിലാണ്. മാത്രമല്ല, സർക്കാരിൽ രണ്ടാം സ്ഥാനമാണുള്ളത്. മികച്ച സംഘാടകനാണ്. BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. സംഘടനയിൽ അമിത്ഷായ്ക്ക് ഏറെ എതിർവ, അല്ലെങ്കിൽ അമിത്ഷാ പറയുന്ന വാക്കുകൾക്കൊരു എതിർവ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ 20 വർഷമായി ഒരു വിദേശയാത്ര പോലും നടത്തിയിട്ടില്ല എന്ന് ചോദിച്ചാൽ ആർക്കൊക്കെ അത് വിശ്വസിക്കാൻ സാധിക്കും? തീർത്തും അവിശ്വസനീയമായ ഒരു വാർത്തയാണത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത ലഭിച്ചപ്പോൾ ഞങ്ങൾ വീണ്ടും ഇത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തു നോക്കി. അപ്പോൾ ഞെട്ടിക്കുന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന അമിത്ഷാ ഏറ്റവും ഒടുവിലായി വിദേശയാത്ര നടത്തിയത് 2006-ലാണ്. അദ്ദേഹം ഗുജറാത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് അവസാനമായി അദ്ദേഹം ഒരു വിദേശയാത്ര നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ 2026 ആയിരിക്കുന്നു. 2 പതിറ്റാണ്ടുകൾ, 20 വർഷം ഇതുവരെയും അദ്ദേഹം വ്യക്തിപരമായോ ഔദ്യോഗികമായോ ഇന്ത്യ വിട്ടു പോയിട്ടില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഉള്ള വസ്തുത. ഇതിന് പല കാരണങ്ങളുണ്ട്. നമുക്കറിയാം, 2002 മുതൽ അദ്ദേഹം ഒരു മന്ത്രിസഭാംഗമാണ്. 2002-ൽ നരേന്ദ്രമോദി സർക്കാർ അവിടെ ഗുജറാത്തിൽ രൂപീകരിക്കപ്പെടുമ്പോഴാണ് അവിടുത്തെ മന്ത്രിയായി അമിത്ഷാ ചുമതലയേൽക്കുന്നത്. 2002 മുതൽ 2010 വരെ ഗുജറാത്ത് സംസ്ഥാന സർക്കാരിൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു അമിത്ഷാ. ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു അവിടെ അപ്പോൾ മുഖ്യമന്ത്രി. നരേന്ദ്രമോദിയുടെ വലം കൈയായി മാറിയിരുന്ന അമിത്ഷാ നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ഇന്നത്തെ പോലെ തന്നെ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്നു അദ്ദേഹം. 2010-ലാണ് അദ്ദേഹത്തിന് ഈ ഷെഹ്റാബുദ്ദീൻ എൻകൗണ്ടർ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കേസ് വരുന്നത്. 2010 ജൂലൈ 24-ന് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നു. ജൂലൈ 25-ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഈ കേസിൽ. ഏതാണ്ട് 3 മാസക്കാലം അദ്ദേഹം സബർമതി ജയിലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ജാമ്യം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജാമ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ തുടരാൻ പാടില്ല എന്നായിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കരുത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. സാക്ഷികളെ സ്വാധീനിക്കരുത്, കേസിനെ ഒരു കാരണവശാലും സ്വാധീനിക്കരുത്. അതുകൊണ്ട് ജാമ്യം കിട്ടിയാൽ ഉടൻ ഗുജറാത്ത് വിട്ട് പൊയ്ക്കൊള്ളണം എന്നായിരുന്നു കോടതിയുടെ വിധി. അദ്ദേഹം ഏറെക്കാലം ഗുജറാത്തിന് പുറത്ത് താമസിച്ചു. പിന്നീട് 2 വർഷക്കാലത്തേക്കാണ് ഈ ഗുജറാത്തിലേക്ക് കയറാൻ പാടില്ല എന്ന വിധി ഉണ്ടായിരുന്നത്. 2 വർഷത്തിന് ശേഷം അദ്ദേഹം ഗുജറാത്തിൽ തിരിച്ചെത്തിയെങ്കിലും പിന്നീട് മന്ത്രിസ്ഥാനത്തേക്കൊന്നും വന്നില്ല. ഈ കേസിൽ കോടതി ഈ കേസ് കൃത്യമായി പരിഗണിച്ച് പോലീസ് ഈ കേസിൽ അന്വേഷണം നടത്തി. സുപ്രീം കോടതി ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നത് വരെ ഇദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്കെങ്ങും പോയില്ല. അപ്പോഴേക്കും, അതായത് 2014 മെയ് മാസത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലൊരു സർക്കാർ ഉണ്ടായി. ആ മന്ത്രിസഭയിലും വരാൻ ഈ കേസുള്ളത് കാരണം ഈ അമിത്ഷാ കൂട്ടാക്കിയില്ല. അദ്ദേഹം പകരം BJPയുടെ ദേശീയ അധ്യക്ഷനായി മാറുകയാണ് ചെയ്തത്. ഒരു സർക്കാരിൻ്റെ ഭാഗമാകാനും ഔദ്യോഗികമായി ഒരു പദവിയിലെത്താനും അദ്ദേഹം കേസ് കഴിയാതെ അങ്ങനെ എത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. പിന്നീട് 2014 ഡിസംബർ മാസത്തിൽ സുപ്രീം കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയാണ്. പിന്നീട് അടുത്ത മന്ത്രിസഭ 2019-ലെ മന്ത്രിസഭ വരുമ്പോഴാണ് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി വരുന്നത്. അതുവരെ അദ്ദേഹം BJPയുടെ അധ്യക്ഷനായിരുന്നു. 2019-ന് ശേഷം പിന്നീട് അദ്ദേഹം തിരക്ക് പിടിച്ച ജീവിതമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2006-ൽ അദ്ദേഹം അവസാനമായി വിദേശയാത്ര നടത്തുന്നു. അതിനുശേഷം അദ്ദേഹം കേസിൽപ്പെടുന്നു. പിന്നീട് കേസിൻ്റെ വിചാരണ നടക്കുന്നു. കുറ്റവിമുക്തനാക്കിയ ഉടൻ തന്നെ അദ്ദേഹം BJP എന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി തീരുന്നു. രാജ്യത്ത് ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഒരു നോർത്ത് ഇന്ത്യൻ പാർട്ടി എന്ന ലേബലിൽ നിന്ന് BJP മുക്തമാവുകയും മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും BJPയുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിച്ചതുമൊക്കെ. ഇതെല്ലാം ഇന്ത്യക്കകത്ത് തന്നെ നിന്നുകൊണ്ട് സമയം പാഴാക്കാതെ അമിത്ഷാ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ ഫലമാണ്. 2019-ൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ ദൗത്യം എന്ന് പറയുന്നത് ജമ്മു കശ്മീർ ഇസ്ലാമിക ഭീകരതയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം അത് നിഷ്പ്രയാസം സാധിച്ചെടുത്തു. ആർട്ടിക്കിൾ 370
$170 അയത്നലളിതമായി ഒരു പൂ വിറുക്കുന്ന ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം എടുത്തുമാറ്റിയത്. ഇങ്ങനെ ജമ്മു കാശ്മീരിൽ ഭീകരവാദ സംഘടനകളെയെല്ലാം അദ്ദേഹം നിലം പരിശാക്കി. ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ജനജീവിതം സാധാരണഗതിയിലാണ്. അവിടെ നിന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറങ്ങിയോടിയ കശ്മീരി പണ്ഡിറ്റുകളെല്ലാം ഇപ്പോൾ ജമ്മു കാശ്മീരിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ജമ്മു കാശ്മീർ സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചതിന് ശേഷം രാജ്യത്തെ ചുവന്ന ഭീകരതയ്ക്കെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ടം. നക്സലിസത്തിനും അതുപോലെ തന്നെ മാവോയിസത്തിനും ഒക്കെ എതിരെ അദ്ദേഹം വലിയ സൈനിക നീക്കങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കകം നടത്തി. ഇപ്പോൾ ഇന്ത്യ മാവോയിസ്റ്റ് മുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനു പിന്നിൽ അമിത്ഷാ എന്ന ഒരൊറ്റ മനുഷ്യൻ്റെ കൂർമ്മ ബുദ്ധിയാണ്. ഇനി അദ്ദേഹത്തിന് പലതരത്തിലുള്ള ജോലികളുണ്ട്. മണിപ്പൂറും ബംഗാളും അടക്കമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെതായ കർമ്മപഥത്തിൽ വളരെയധികം തിരക്കുള്ള ഒരു ആഭ്യന്തരമന്ത്രിയായി മാറുന്നു. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്തിനാണ് വിദേശ രാജ്യങ്ങളിൽ കറങ്ങി നടക്കുന്നത്? അദ്ദേഹത്തിന് ഈ രാജ്യത്ത് ചെയ്യാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളടക്കം കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിനകത്ത് ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം ശ്രദ്ധാലുവായി പ്രവർത്തനം തുടരുന്നു. വിദേശയാത്ര പോലും നടത്താൻ അദ്ദേഹത്തിൻ്റെ ഈ തിരക്ക് പിടിച്ച പ്രവർത്തനങ്ങൾക്കിടയിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിലെ ഒരിക്കൽ UPA ഭരണകാലത്ത് ഇന്ത്യയിലെ കൃഷി മന്ത്രിയായിരുന്നു ശരത് പവാർ. അതേസമയം തന്നെ അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനുമായിരുന്നു. രാജ്യത്തെ കൃഷി മന്ത്രി ഇവിടുത്തെ കർഷകർ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ വിദേശ യാത്ര നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ യാത്ര നടത്തി കളിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു സർക്കാരും ഇവിടെ ഭരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അമിത്ഷായെ പോലെയുള്ള മന്ത്രിമാരും രാഷ്ട്രീയക്കാരുമെല്ലാം ഭരണത്തിലേക്ക് വരുന്നതും ഇത്ര വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതും. എന്തായാലും തിരക്കേറിയ സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയിയായിട്ടുള്ള അദ്ദേഹം വലിയ സംഭാവനകൾ ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് നൽകിയിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രിയായി അമിത്ഷാ മാറുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഒരു വിദേശ യാത്ര പോലും കഴിഞ്ഞ 20 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം നടത്തിയിട്ടില്ല എന്ന വാർത്ത പുറത്തു വരുന്നത്.